എറണാകുളം AR ക്യാമ്പിൽ ചട്ടിയിൽ ചൂടാക്കുന്നതിനിടെ വെടിയുണ്ടകൾ പൊട്ടിത്തെറിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഇന്നലെ. അതുമായി ബന്ധപ്പെട്ട് SIക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുകയാണ്. എന്താണ് വസ്തുത എന്ന സംഭവം എന്നൊക്കെ തിയോഫിനോട് ചോദിച്ചറിയാം. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നു, സംഭവിക്കാൻ പറ്റാത്തത് അവിടെ നടന്നിരിക്കുന്നു എന്ന കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ SIക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു ശുപാർശ വന്നിരിക്കുന്നത്? വിനീഷ, അതായത് ഈ മാസം 10-നാണ് സംഭവം ഉണ്ടാകുന്നത്. വെടിയുണ്ട ചട്ടിയിലിട്ട് ചൂടാക്കിയതിനെ തുടർന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് AR ക്യാമ്പ് കമാൻഡന്റിനോട് അന്വേഷിക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ AR ക്യാമ്പ് കമാൻഡന്റ് നൽകിയ ഉത്തരവിൻ്റെ കൂടി ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. വകുപ്പ് തല നടപടി എടുക്കാനുള്ള ശുപാർശയുണ്ട്. കാരണം ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം, അതായത് AR ക്യാമ്പിലെ എറണാകുളം സിറ്റി AR ക്യാമ്പിലെ SI CV സജീവനെതിരെയാണ് നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ഈ സംഭവത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുള്ളതായി, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടി ആ വീഴ്ച ഗുരുതരമാണ് എന്നത് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിക്കിപ്പോൾ ശുപാർശ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മാസം 10-ാം തീയതിയാണ് സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ വെടിയുണ്ട എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. ആകാശത്തേക്ക് വെടിവെക്കുന്നതിന്, അതായത് ഈ ഔദ്യോഗിക ബഹുമതികൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ ആകാശത്തേക്ക് വെടിവെക്കുന്നതിന് ഉപയോഗിക്കുന്ന കാലിബർ ബ്ലാങ്ക് അമ്യൂണിഷൻ, ആ ഇനത്തിൽപ്പെട്ട വെടിയുണ്ടകളാണ്. 18 വെടിയുണ്ടകൾ ഇത്തരത്തിൽ ചൂടാക്കിയെന്ന്, അതിൽ 2 പൊട്ടിത്തെറിച്ചു എന്നുമാണ് അപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഈ AR ക്യാമ്പിൽ നിന്ന് ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം. അതിന് ഒരു സാഹചര്യം കൂടി പറയാം. ഒരു 3 മാസം മുൻപ് ഇത്തരത്തിലൊരു ചടങ്ങിൽ വെടിയുണ്ട പൊട്ടാതെ വന്നതിനെ തുടർന്ന് അതായത് ആ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊട്ടാതെ വന്നാലോ എന്ന് കരുതി ഇവർ ചൂടാക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ ബ്ലാങ്ക് അമ്യൂണിഷൻ ഇനത്തിൽപ്പെട്ട വെടിയുണ്ട വെയിലത്ത് വെച്ച് ചൂടാക്കിയാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം തണുപ്പുണ്ടാകും. ഒരുപക്ഷെ കാലം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വെടിയുണ്ട പെട്ടെന്നെടുത്ത് ഉപയോഗിക്കുമ്പോൾ തണുത്തിരുന്നാൽ അതിനുള്ളിൽ, കാരണം വെടിമരുന്നാണ് കൂടുതൽ, അതുകൊണ്ട് തന്നെ അത് പൊട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാകാം. അങ്ങനെയുള്ള സമയത്ത് വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ടാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. കാരണം അതിലെന്തെങ്കിലും ഈർപ്പമോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയ ശേഷം ഉപയോഗിക്കും. പക്ഷേ വെയിലുണ്ടായിരുന്നില്ല. രാവിലെ 8:15 കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. വെടിയുണ്ട പുറത്തെടുത്ത ഈ വെടിയുണ്ടകൾ പെട്ടെന്ന് ചൂടാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുകയും ആ ചട്ടിയിലേക്ക് ഇട്ട് ഇതിൻ്റെ തണുപ്പ് കളയാനായി ശ്രമിക്കുകയും ചെയ്തു. ഈർപ്പം കളയുന്നതിനായി വെടിയുണ്ട ചൂടാക്കിയപ്പോൾ പൊട്ടിത്തെറിച്ചു എന്നാണ് വിശദീകരണം നൽകിയിട്ടുള്ളത്. എന്തായാലും ഗുരുതര വീഴ്ച SIയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് റിപ്പോർട്ട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SIക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. ശരി, തിയോഫിനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എറണാകുളം AR ക്യാമ്പിൽ ചട്ടിയിൽ ചൂടാക്കുന്നതിനിടെ വെടിയുണ്ട പൊട്ടിത്തെറിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് SIക്കെതിരെ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തിരിക്കുകയാണ്.